സന്നിധാനത്തേക്ക് പോകണം. അവിടെ മകരവിളക്ക് മഹോത്സവത്തിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല. മകരജ്യോതി ദർശനത്തിന്റെ പുണ്യം നേടാൻ സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരജ്യോതി ദർശന കേന്ദ്രങ്ങളിലെല്ലാം ഭക്തർ തമ്പടിച്ചിട്ടുമുണ്ട്. മകരസംക്രമണ പൂജ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. മഹാദീപാരാധനയ്ക്ക് ശേഷം 6:30 മകരജ്യോതി തെളിയിക്കുക. സന്നിധാനത്തും മകരജ്യോതി ദർശന കേന്ദ്രങ്ങളിലും ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അർജുൻ മട്ടന്നൂരും ഗോകുൽനാഥും ചേരുകയാണ്. അർജുൻ മട്ടന്നൂരിലേക്ക് പോയാൽ അർജുൻ, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മകരസംക്രമ പൂജ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ തിരക്കുണ്ടല്ലേ? വിവിധ ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ശബരിമലയിൽ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മകരസംക്രമ പൂജ നടക്കുകയാണ്. ഇന്ന് 3:08 മകരസംക്രമ പൂജയുടെ മുഹൂർത്തം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സന്നിധാനത്തേക്കുള്ള 18-ാം പടിക്ക് മുകളിലേക്കുള്ള തീർത്ഥാടകരെ പൂർണ്ണമായും നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പൂജ നടക്കുകയാണ്. ഇനി 5:45 തിരുവാഭരണ ഘോഷയാത്ര ശരംകുത്തിയിലെത്തും. അതിനുശേഷം അവിടെ നിന്ന് വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ചേർന്ന് സ്വീകരണം നൽകും. അതിനുശേഷം ഏതാണ്ട് 6:20 തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടി കയറും. അതിനുശേഷം കൊടിമര ചുവട്ടിൽ സ്വീകരണം നൽകുന്നുണ്ട് മന്ത്രി VN വാസവൻ. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ അടക്കമുള്ളവർ കൊടിമര ചുവട്ടിൽ വെച്ച് തിരുവാഭരണ ഘോഷയാത്രക്ക് സ്വീകരണം നൽകും. അതിനുശേഷം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ശ്രീകോവിലിന് സമീപത്ത് വെച്ച തിരുവാഭരണം ഏറ്റുവാങ്ങുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ദീപാരാധന ഉണ്ടാവുക. ഈ ദീപാരാധനയ്ക്ക് ശേഷം ഏതാണ്ട് 6:40 തന്നെ മകരവിളക്കിനുള്ള കാത്തിരിപ്പാണ്. ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ എത്തി ഈ മകരവിളക്ക് കാണാൻ വേണ്ടി, മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. ഇന്ന് കടുത്ത നിയന്ത്രണങ്ങളുണ്ട്. 35,000 തീർത്ഥാടകരെ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കുന്നുള്ളൂ. രാവിലെ 11 മണിക്ക് ശേഷം തീർത്ഥാടകരെ ആരെയും തന്നെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറ്റിവിട്ടിട്ടില്ല. പക്ഷേ 35,000 എന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ കുറേ ദിവസമായി വന്ന തീർത്ഥാടകർ പലരും തിരിച്ചു പോകാതെ ഈ മകരവിളക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. പർണശാലകൾ കെട്ടി സന്നിധാനത്തിന് ചുറ്റുമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ പർണശാലകൾ കെട്ടിക്കൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും വലിയ നിയന്ത്രണങ്ങളുണ്ട്. പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുമ്പോൾ അത് ദർശിക്കാൻ വേണ്ടി പുല്ലുമേടിലടക്കം കൂടുതൽ തീർത്ഥാടകരെത്താൻ സാധ്യതയുണ്ട്. അവിടെ 5000-ത്തിലധികം തീർത്ഥാടകരെ അവിടെ അനുവദിക്കരുത് എന്ന് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് തീർത്ഥാടകർ പല ഇടങ്ങളിൽ അവർക്ക് നിൽക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ മകരവിളക്ക് കാണാൻ വേണ്ടി, മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ കനത്ത സുരക്ഷ ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ഒരു മണ്ഡലകാലം കൂടി സമാപിക്കാൻ പോവുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, മകരവിളക്ക് ദിവസമാണ്. വൈകിട്ട് 6:40 തന്നെ മകരവിളക്ക് ദർശിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കം നിരവധി തീർത്ഥാടകരാണ് ഇത്തരത്തിൽ ശബരിമലയിലേക്ക് എത്തുന്നത്. കാനനപാതയിലൂടെ അടക്കമുള്ള വഴികളിലൂടെയുള്ള തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലായിടത്തും തന്നെ അത്തരം കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ സന്നിധാനത്തിന് ചുറ്റും പരമാവധി ഇടങ്ങളിൽ അവർ കാത്തു നിൽക്കുകയാണ്. പർണശാലകൾ കെട്ടി ഈ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എന്തായാലും കർശന സുരക്ഷയിൽ തന്നെയാണ് ഇത്തവണ മകരവിളക്ക് ഉത്സവം നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ഇപ്പോൾ മകരസംക്രമ പൂജയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മകരജ്യോതി ദർശനത്തിനായി 10,000-ങ്ങളാണ് അവിടെ പർണശാലയൊക്കെ ഒരുക്കി കാത്തിരിക്കുന്നത്. ഗോകുൽനാഥ് കൂടി ചേരുകയാണ്. ഗോകുൽ, മണ്ഡലകാല തീർത്ഥാടനം അത് വലിയ തിരക്ക് അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ മകരവിളക്ക് സമയത്തും അർജുൻ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരുക്കങ്ങളുണ്ട്, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയുമുണ്ട്. എപ്പോഴേക്ക് സന്നിധാനത്തേക്ക് ഭക്തർക്ക് പ്രവേശനമുണ്ട്. മഹാദീപാരാധന തുടങ്ങിയ ശേഷം 6:30 ആയിരിക്കും മകരജ്യോതി തെളിയുക, അല്ലേ? വിനീത, തീർച്ചയായും 6:30 തന്നെയാണ് ഭക്തർക്ക് പിന്നീട് സന്നിധാനത്തേക്ക് ഒരു മടങ്ങിവരവ് അല്ലെങ്കിൽ കടന്നുവരവ് ഉണ്ടാവുക എന്നുള്ളതാണ്. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വേണ്ട മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഭക്തരെ പലയിടങ്ങളിലും തടയുന്നുണ്ട്. ആ തടയുന്നതിന് ശേഷം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ഉള്ള പാത ഒരുക്കി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തിയതിന് ശേഷം മാത്രമായിരിക്കും ഭക്തരെ സന്നിധാനത്തേക്ക് പ്രവേശിക്കുക. എന്തായാലും പലയിടങ്ങളിലായി നിരവധി പർണശാലകൾ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ പുല്ലുമേട്, പരുന്തും
പാറ, പാഞ്ചാലിമേട് എന്നിവിടങ്ങളിലും സന്നിധാന പരിസരത്തും അതേപോലെ തന്നെ പാണ്ടിത്താവളം അടക്കമുള്ള പ്രദേശങ്ങളിലുമൊക്കെ വലിയ രീതിയിൽ തന്നെ പർണശാല കെട്ടിക്കൊണ്ട് പതിനായിരങ്ങളാണ് ഇപ്പോൾ നിലവിൽ സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആദിത്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് മകരവിളക്ക് സംക്രമം ദർശിക്കാൻ സന്നിധാനത്തും ദർശന കേന്ദ്രങ്ങളിലും വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ കാണുന്നത്. 18-ാം പടി ഉൾപ്പെടെ ശുചിയാക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. വൈകിട്ട് മകരജ്യോതി ദർശനത്തിന്റെ പുണ്യം നേടാൻ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മകരജ്യോതി ദർശന കേന്ദ്രങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഭക്തർ ഇപ്പോഴേ തമ്പടിച്ചിട്ടുണ്ട്. മകരസംക്രമ പൂജ ഇതാ നടക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര വൈകിട്ട് സന്നിധാനത്തെത്തും. മഹാദീപാരാധനയ്ക്ക് ശേഷം 6:30-യോടെയാണ് മകരജ്യോതി തെളിയിക്കുക. സന്നിധാനത്തും മകരജ്യോതി ദർശന കേന്ദ്രങ്ങളിലുമെല്ലാം ശക്തമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അർജുൻ മട്ടന്നൂരും ഗോകുൽനാഥും തുടരുന്നുണ്ട്. അർജുൻ, ഏറ്റവും പ്രധാനം പഴുതടച്ചുള്ള സുരക്ഷ ഒരുക്കുക എന്നതാണ്. അത് ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ഇപ്പോൾ? തീർച്ചയായും വിനീത, ഇത്തരത്തിൽ പഴുതടച്ച സുരക്ഷ വേണം എന്ന ഇത്തവണ പ്രത്യേകിച്ച് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെർച്വൽ ക്യൂ വഴി 30,000 പേരെയും സ്പോട്ട് ബുക്കിംഗ് വഴി 5,000 പേരെയും മാത്രമാക്കി ചുരുക്കിയത്. ഈ ദിവസം രാവിലെ 10 മണി വരെ മാത്രമേ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് തീർത്ഥാടകരെ കടത്തിവിട്ടിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് 11 മണിക്ക് ശേഷം ആരെയും കടത്തിവിട്ടിട്ടില്ല. ഇപ്പോൾ പൂർണ്ണമായും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ കടത്തിവിടുന്നില്ല. അത്തരത്തിൽ പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ മല കയറാൻ തുടങ്ങിയിട്ടുണ്ട്. 3 മണിക്ക് ശേഷം മല കയറാൻ തുടങ്ങും എന്നതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് ഏതാണ്ട് തിരുവാഭരണ ഘോഷയാത്ര, അതായത് കഴിഞ്ഞ ദിവസം പന്തളത്ത് നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര ഏതാണ്ട് ഒരു 5:30 5:45 ശരംകുത്തിയാലിന് സമീപത്തേക്ക് എത്തും. അവിടെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും. അതിനുശേഷം തിരുവാഭരണ ഘോഷയാത്ര അവിടെ നിന്ന് ഘോഷയാത്രയായി തന്നെ ഇത്തരത്തിൽ 18-ാം പടിക്ക് സമീപത്തേക്ക് എത്തും. അവിടെ 18-ാം പടി കയറി വലിയ ഭക്തജന തിരക്കുണ്ട്. സന്നിധാനത്തും ദർശന കേന്ദ്രങ്ങളിലും ഇടത്താവളങ്ങളിലുമൊക്കെ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. ഏതായാലും ഗോകുൽ, നമ്മൾ നേരത്തെ പറഞ്ഞു വന്നത് അവിടെ ഇപ്പോൾ ശുചീകരണ പ്രവൃത്തി ഉൾപ്പെടെ നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. 18-ാം പടി ഉൾപ്പെടെ വൃത്തിയാക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരു ഭാഗത്ത് നടക്കുകയാണല്ലേ? ശുചീകരണം മുൻപോട്ട് പോകുന്നത് അതേ സമാനമായ ശുചീകരണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 18-ാം പടി കഴുകി വൃത്തിയാക്കി ആൽത്തറയ്ക്ക് സമീപത്തേക്ക് എത്തി അവിടെ നിന്ന് ഉള്ള ഈ സ്റ്റെപ്പൊക്കെ കഴുകി വൃത്തിയാക്കി. അതാണ് അത്തരം ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും 6:30-യോടെയാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ഭക്തർക്ക് അതിനുശേഷം ദർശനത്തിനുള്ള സൗകര്യങ്ങളുണ്ടാവും. മകരവിളക്ക് കാത്തിരിക്കുകയാണ്. ഭക്തരെല്ലാവരും തന്നെ ദർശന പുണ്യം കാത്തിരിക്കുന്നു എന്നതാണ്. ഏതായാലും വലിയ ക്രമീകരണങ്ങളുണ്ട്. ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. സുരക്ഷാ വീഴ്ചയൊന്നും തന്നെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ആളുകൾ കൂടുന്ന മകരജ്യോതി ദർശനത്തിന് ഭക്തർ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചത്. ഏതായാലും നട തുറന്നിരിക്കുന്നു. മകരസംക്രമ പൂജ ഉടൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. തത്സമയ കവറേജ് റിപ്പോർട്ടറിൽ പ്രേക്ഷകർക്ക് കാണാം. സമഗ്രമായ കവറേജാണ് മകരജ്യോതി ദർശനത്തിനായി പ്രേക്ഷകർക്ക് റിപ്പോർട്ടർ ഒരുക്കിയിരിക്കുന്നത്. സന്നിധാനത്തു നിന്നും ഇടത്താവളങ്ങളിൽ നിന്നും മകരജ്യോതി ദർശിക്കാനാവുന്ന എല്ലായിടങ്ങളിൽ നിന്നും സമഗ്ര കവറേജ്, തത്സമയ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിൽ പ്രേക്ഷകർക്ക് കാണാം. തുടരുക.